എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുംഭമാസത്തിലെ ഭരണി നക്ഷത്രമാണ് 2026 ഫെബ്രുവരി 23 തിങ്കളാഴ്ച. ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഭരണി നക്ഷത്ര ദിവസം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാണ് മീനമാസ ഭരണിയും കുംഭമാസ ഭരണിയും. കുംഭമാസ ഭരണി കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും വളരെ വിശേഷപ്പെട്ട ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഉത്സവം. ഭദ്രകാളി ദാരികനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പലയിടത്തും ഭരണി ആഘോഷിക്കുന്നത്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമായി ഇത് കണക്കാക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ് പത്തായങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് കുംഭമാസം. അതുകൊണ്ട് തന്നെ കുംഭഭരണി എന്നത് പഴയ കാലത്ത് ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയായിരുന്നു. കാർഷിക ഉത്പന്നങ്ങൾ ദേവിക്ക് കാഴ്ചവെക്കുന്ന രീതിയും നിലവിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുംഭമാസത്തിലെ ഭരണി എന്നത് ഭക്തിയുടെയും കലയുടെയും നാടൻ പൈതൃകത്തിന്റെയും ഒരു ഒത്തുചേരലാണ്. ഭദ്ര എന്നാൽ മംഗളകരമായത് എന്നും കാളി എന്നാൽ സമയത്തിന്റെ ദേവി എന്നുമാണ് അർത്ഥം. രൂപം ഭയപ്പെടുത്തുന്നതാണെങ്കിലും ഭക്തർക്ക് മംഗളം നൽകുന്ന ശക്തി സ്വരൂപിണിയാണ് ദേവി. ദുർഗ, കാളി, ഭദ്രകാളി എന്നിവരെല്ലാം വിവിധ കർമ്മങ്ങൾക്കായെടുത്ത ആദിപരാശക്തിയായ പാർവതി ദേവിയുടെ രൂപഭേദങ്ങളാണ്. ദാരികവധത്തിന്റെ കഥ ഒന്ന് ഇവിടെ കേൾക്കാം. ദേവന്മാരും അസുരന്മാരും സ്ഥിരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്കറിയാമല്ലോ. ഓരോ അസുരന്മാരും മരിക്കുമ്പോൾ അവരുടെ കുലഗുരുവായ ശുക്രാചാര്യർ അവിടെ വരികയും മൃതസഞ്ജീവിനി കൊണ്ട് ജീവിപ്പിക്കുകയും ചെയ്യും. മരിച്ചവർ എല്ലാവരും ജീവിക്കുന്നത് കൊണ്ട് ദേവന്മാർ എല്ലാ യുദ്ധത്തിലും പരാജയപ്പെടുന്നു. പരാജയപ്പെടുന്ന ദേവന്മാർ എല്ലാവരും മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടമുണർത്തിക്കും. മഹാവിഷ്ണു ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി പോവും. സുദർശന ചക്രം ഉപയോഗിച്ച് കുറെ അസുരന്മാരെ കൊല്ലും. സുദർശന ചക്രം കൊണ്ട് കൊല്ലുന്നത് കൊണ്ട് അസുരന്മാരെ പുനർജീവിപ്പിക്കാൻ ശുക്രാചാര്യർക്ക് കഴിഞ്ഞില്ല. ബാക്കിയുള്ള അസുരന്മാർക്ക് ഇത് കണ്ട് പേടി തോന്നും. അവർ വേഗം അവിടെ നിന്നും പോയി പാതാളത്തിൽ ഒളിച്ചു താമസിക്കും. മരിച്ച അസുര രാജാവിന്റെ പത്നിമാരായ ദാനവതിയും ദാരുവതിയും രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുലഗുരുവായ ശുക്രാചാര്യരെ പോയി കണ്ടു. ശുക്രാചാര്യരുടെ ഉപദേശപ്രകാരം അവർ ബ്രഹ്മദേവനെ തപസ് ചെയ്തു. അവരുടെ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. വേണ്ട വരം ആവശ്യപ്പെടാൻ പറയുകയും ചെയ്യും. വംശം നിലനിൽക്കണമെന്നും മക്കളില്ലാത്ത അവർക്ക് വീരസന്താനങ്ങൾ ഉണ്ടാവണമെന്നും അപേക്ഷിച്ചു. അവർ ചോദിച്ച വരങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. കുറച്ചു കാലം കഴിഞ്ഞ് അവർക്ക് പുത്രന്മാർ ഉണ്ടായി. ദാരുവതിയുടെ പുത്രന് ദാരുകൻ എന്നും ദാനവതിയുടെ പുത്രന് ദാനവൻ എന്നും പേരിട്ടു. ദാരുകൻ എന്ന പേര് പിന്നീട് ദാരികൻ എന്നായി. ദാരുവതിയുടെ തപശക്തി ദാനവതിയുടെ തപശക്തിയേക്കാൾ കൂടിയതുകൊണ്ട് ദാരികൻ കൂടുതൽ ബലവാനും പരാക്രമശാലിയുമായി. രണ്ടുപേരെയും ശുക്രാചാര്യർ ഓരോ വിദ്യകളും പഠിപ്പിച്ചു. യുദ്ധത്തിൽ അസുരന്മാർ മരിച്ചത് കാരണം അവിടെ പുരുഷന്മാരുടെ എണ്ണം കുറവും ധാരാളം വിധവകളും ഉണ്ടായിരുന്നു. വിധവകൾ ധാരാളം ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെ അവർക്കൊക്കെ മക്കളും ഉണ്ടായി. അങ്ങനെ അസുരന്മാർ വീണ്ടും നിറഞ്ഞു. ദാനവനും ദാരികനും അമ്മമാരുടെ ഉപദേശപ്രകാരം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഏറെ വരങ്ങൾ സമ്പാദിച്ചു. ദാരികൻ എന്നും അജയ്യനായി തീരണമെന്നും എങ്ങാനും മരണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ യോനിയിലൂടെ ജനിക്കാത്ത ഒരു സ്ത്രീയുടെ കൈകൊണ്ടാവണം മരണം എന്നും ഉള്ള വരം വാങ്ങും. യുദ്ധത്തിൽ എന്റെ ചോര വീഴുമ്പോൾ ഓരോ തുള്ളിയിൽ നിന്നും ഓരോ ദാരുകൻ വീതം ഉണ്ടാവണമെന്നും പറയും. ഈ വരങ്ങളെല്ലാം കൊടുത്ത് ബ്രഹ്മദേവൻ അനുഗ്രഹിക്കും. ദാനവനും ആവശ്യപ്പെട്ട വരങ്ങളെല്ലാം കൊടുക്കും. വരങ്ങളൊക്കെ കിട്ടിയ ശേഷം രണ്ടാളും ഉപദ്രവങ്ങൾ തുടങ്ങി. മഹർഷിമാരെയൊക്കെ കൊല്ലുകയും ദേവന്മാരെയും മറ്റും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അവർ കൂടുതൽ അഹങ്കാരികളായി. അസുര സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുകയും സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അസുര ശില്പിയായ മയന്റെ മകൾ മനോദരിയെയും പത്നിയായി ദാരികൻ സ്വീകരിച്ചു. മേരുപർവ്വതത്തിന്റെ ഉത്തരഭാഗത്ത് സർവത്ര സ്വർണമയമായ ഒരു രാജധാനി മയൻ നിർമ്മിക്കുകയും അത് മരുമകനായ ദാരുകന് കൊടുക്കുകയും ചെയ്തു. ദാരുകനും പത്നിയും പല അസുരന്മാരും അവിടെ താമസിക്കാൻ തുടങ്ങി. എല്ലാവിടെയും പോയി ദാരുകനും മറ്റ് അസുരന്മാരും ആക്രമിക്കാൻ തുടങ്ങി.
ദേവലോകത്ത് പോയി ദേവേന്ദ്രന്റെ സിംഹാസനം തല്ലി തകർത്തു. പരമശിവനെയും മഹാവിഷ്ണുവിന്റെ അനുചരന്മാരെയും അവർ ആക്ഷേപിച്ചു. അളകാപുരിയിൽ പോയി കുബേരനെയും ആക്രമിച്ചു. ദാരുകന്റെ ഉപദ്രവത്തിന് പരിഹാരം എന്താണെന്ന് ത്രിമൂർത്തികളും ദേവന്മാരും എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചു. ബ്രഹ്മദേവൻ കൊടുത്ത ആ വരത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. ആ വരം അനുസരിച്ച് പരമശിവനും മഹാവിഷ്ണുവിനും ഒന്നും തന്നെ ദാരുകനെ വധിക്കാൻ പറ്റില്ല. ഇന്ദ്രൻ, വരുണൻ, യമൻ, സുബ്രഹ്മണ്യൻ എന്നീ 4 ദേവന്മാരുടെ അംശങ്ങൾ കൊണ്ട് 4, ത്രിമൂർത്തികളുടെ അംശങ്ങൾ കൊണ്ട് 3, അങ്ങനെ 7 അംശങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച 7 സ്ത്രീകളെ ഒരു വലിയ പടയോടുകൂടി ദാരികനെ വധിക്കാൻ അവർ ദാരികന്റെ രാജധാനിയിലേക്ക് അയച്ചു. ദാരികനും 7 മാതാക്കളും, അതായത് സപ്തമാതാക്കൾ, അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. 7 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ സപ്തമാതാക്കൾ പരാജയപ്പെട്ടു. നാരദർ ആ വാർത്ത കൈലാസത്തിൽ ചെന്ന് പരമശിവനോട് പറയും. കോപം പൂണ്ട മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ഭയപ്പെടുത്തുന്ന മുഖത്തോടു കൂടിയ ഒരു ഘോര രൂപിണി അംബിക പുറത്തു വന്നു. മഹാദേവൻ അരുളി ചെയ്തു, നീ ഉദ്ഭവിച്ചത് ദാരികനെയും അനുജനെയും വധിക്കാനാണ്. അയോനിജയായ ഒരു സ്ത്രീക്ക് മാത്രമേ അവരെ വധിക്കാൻ കഴിയൂ എന്ന വരം കിട്ടിയിട്ടുണ്ട്. നീ പോയി ദാരികനെ വധിച്ച് ശിരസ് എന്റെ മുന്നിൽ കാഴ്ചവെക്കുക. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആയുധമായി ഒരു വാളും ഞാൻ തരാം. നീ ലോകമാതാവാണ്. എല്ലാവർക്കും രക്ഷയാകുന്ന ഭദ്രയായി എന്നും വാഴുക. ഭദ്രകാളി എന്ന പേരും നൽകുന്നു എന്ന് മഹാദേവൻ പറയും. പിതാവിനെ നമസ്കരിച്ച് ഭദ്രകാളി യാത്രയാകുന്നു. കോടാനുകോടി ശിവഭൂതങ്ങളും കൂടെ പോയി വേതാളത്തെ തന്റെ വാഹനമായി സ്വീകരിച്ചു. അങ്ങനെ ദേവി ദാരികന്റെ അടുത്തെത്തി. അവിടെ യുദ്ധം തുടങ്ങി. ദാരികന്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും പുതിയ ദാരികന്മാർ ഉണ്ടായി. അവരെയൊക്കെ വീണ്ടും കൊന്നു. വേതാളത്തെ ഒന്ന് നോക്കി ഭദ്രകാളി. ദാരികന്റെ ദേഹത്ത് നിന്നും ഒഴുകി വരുന്ന രക്തമെല്ലാം വേതാളം നക്കി കുടിച്ചു. താഴെ രക്തം വീഴാൻ വേതാളം അനുവദിച്ചില്ല. അപ്പോൾ പുതിയ ദാരികന്മാർ ഉണ്ടാവുകയുമില്ല. സൈന്യങ്ങളും ശിവഭൂതങ്ങളും ഘോരമായ യുദ്ധം തുടർന്നു. സൈന്യങ്ങളെല്ലാം യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ദാരികനും ഭദ്രകാളിയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ദാരികന്റെ ഭാര്യയായ മനോദരി താൻ വിധവയാവാതിരിക്കാൻ ദുർഗാദേവിയെ ധ്യാനിച്ച് ഗൗരീവ്രതം ആചരിച്ചു. 3-ാം ദിവസം പാർവതീദേവി പ്രത്യക്ഷപ്പെട്ട് മറ്റൊന്നും ആലോചിക്കാതെ ഒരു പിടി വസൂരി വിത്ത് ദാനം ചെയ്തു. ചിലയിടങ്ങളിൽ പറയുന്നത് പാർവതീദേവി തന്റെ വിയർപ്പ് തുള്ളികളാണ് കൊടുത്തത് എന്നാണ്. അതുപോലെ ചില സ്ഥലങ്ങളിൽ പറയുന്നത് പരമശിവനെയാണ് ധ്യാനിച്ചത് എന്നാണ്, അതായത് ദാരികന്റെ ഭാര്യയായ മനോദരി. പാർവതീദേവി മസൂരി വിത്ത് ദാനം ചെയ്യുകയും ഇത് ആരുടെ നേരെ എറിയുന്നുവോ അവൻ വസൂരി രോഗത്താൽ മരണപ്പെടുകയോ മരിച്ചതിന് തുല്യമാവുകയോ ചെയ്യുമെന്ന് പറയും. ആ മസൂരി വിത്ത് ആരും കാണാതെ മനോദരി പടക്കളത്തിൽ ഭദ്രകാളിയുടെ നേരെ എറിയും. പെട്ടെന്ന് ദേവിക്ക് തളർച്ച വന്നു, പനിയും വന്നു. ദേഹത്ത് മുളച്ചു വന്ന കുരുക്കളുടെ വേദന കൊണ്ട് കാളി കഷ്ടപ്പെട്ടു. ദേവിയുടെ ബുദ്ധിമുട്ട് കണ്ട് ഭൂതഗണങ്ങൾ കൈലാസത്തിലേക്ക് പോവുകയും കൈലാസനാഥനോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. പരമശിവൻ പാർവതി ദേവിയെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. മനോദരിക്ക് നീ രോഗത്തിന്റെ വിത്ത് ദാനം ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്റെ വേറൊരു രൂപം തന്നെയല്ലേ ഭദ്രകാളി എന്ന് നീ മനസ്സിലാക്കണം. ഇതെല്ലാം പാർവതി ദേവിയോട് മഹാദേവൻ പറയും. കാര്യമറിയാതെ തനിക്ക് പറ്റിയ അബദ്ധം ഓർത്ത് പാർവതി ദേവി വിഷമിക്കുകയും ഇതിൽ നിന്നും എങ്ങനെ കാളിയെ മോചിപ്പിക്കണമെന്ന് ചിന്തിക്കുകയും മന്ത്രശക്തിയും ദിവ്യത്വവും ഉള്ള ഒരു മൂർത്തി ഉണ്ടാവണമേ എന്ന് ധ്യാനിച്ചുകൊണ്ട് മഹാദേവന്റെ കണ്ഠത്തിൽ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. പാർവതി ദേവിയുടെ പ്രാർത്ഥന ഫലിച്ചു. പെട്ടെന്ന് ഒരു മൂർത്തി മഹാദേവന്റെ കണ്ഠനാളത്തിൽ നിന്നു ജനിക്കുകയും ചെവിയിൽ കൂടി പുറത്തു വരികയും ചെയ്തു. അപ്പോൾ തന്നെ വളർന്നു വലുതായ ആ മൂർത്തിയിൽ ഒരു പ്രഭ ഉണ്ടാവുകയും ചെയ്തു. മൂർത്തിയോട് പരമശിവൻ പറയും, ദാരികന്റെ താവളത്തിൽ പോയി യുദ്ധം ചെയ്ത് തളർന്നു നിൽക്കുന്ന ഭദ്രകാളിയുടെ ദേഹത്ത് വന്നിട്ടുള്ള വസൂരിക്കുരുക്കളെ നശിപ്പിക്കണം. അതിനുള്ള ശക്തികളെല്ലാം ഞാൻ ദാനം ചെയ്യുന്നു. ആ മൂർത്തിയാണ് ഘണ്ടാകർണൻ. ഘണ്ടാകർണൻ പടക്കളത്തിൽ എത്തി ഭദ്രകാളിയുടെ ശരീരത്തിലെ കുരുക്കളെ തടവി ആശ്വസിപ്പിച്ചു.
മുഖത്ത് തടവിയില്ല. മുഖത്തുള്ള കുരുക്കൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നും അത് ഭദ്രകാളിക്ക് ഒരു അലങ്കാരമായി തീരട്ടെ എന്നും അനുഗ്രഹിച്ചു. ഇനി മുതൽ ഭദ്രകാളിയെ സേവിക്കുന്നവർക്കും എന്നെ പൂജിക്കുന്നവർക്കും മസൂരി രോഗം കൊണ്ടുള്ള ആപത്ത് വരികയില്ല എന്ന് ഘണ്ഠാകർണൻ അനുഗ്രഹിച്ചു. ലോകത്തിൽ മസൂരിയുടെ ദേവത താനാണെന്നും തന്നെ ഭജിച്ചാൽ ഈ രോഗം ബാധിക്കുകയില്ല എന്നും ദേവി അരുളി ചെയ്തു. കാളി സുഖം പ്രാപിച്ച ശേഷം പൂർവാധികം ശക്തിയോടെ യുദ്ധം തുടങ്ങി. ദാരികൻ തോറ്റ് ഓടാൻ തുടങ്ങി. അപ്പോൾ ദേവി തന്റെ തലമുടി അഴിച്ച് അത് വെച്ച് സൂര്യനെ മറച്ചുവെച്ചു. അതോടെ എല്ലാവിടെയും ഇരുട്ടായി തീർന്നു. ഇരുട്ടിൽ എങ്ങോട്ട് ഓടി രക്ഷപ്പെടണം എന്നറിയാതെ ദാരികനും ദാനവനും ആകെ കുഴങ്ങി. ആ ഒരു സമയത്ത് ഭദ്രകാളി ദാരികനെ എടുത്തു മടിയിൽ വെച്ച് ദാരികന്റെ കഴുത്തറുത്തു. ദാനവനെയും വധിച്ചു. പിന്നീട് അഴിഞ്ഞുകിടന്ന തലമുടി ദേവി കെട്ടിവെക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവിടെയും വെളിച്ചം വന്നു. ബാക്കിയുണ്ടായിരുന്ന അസുരന്മാർ ഓടിപ്പോയി. ശിവഭൂതങ്ങൾ ദാരികന്റെ കൊട്ടാരവും കോട്ടമതിലും ഒക്കെ തല്ലി തകർത്തു. ദേവി വധിച്ചത് കണ്ട് ദേവന്മാരും മഹർഷിമാരും അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് ആനന്ദ നൃത്തമാടി പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. ദേവി ദാരികന്റെ കുടൽമാല എടുത്ത് കഴുത്തിലണിഞ്ഞു. പിന്നീട് ദേവി ദാരികന്റെ ശിരസ്സും കയ്യിലെടുത്ത് മഹാദേവനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ നേരെ കൈലാസത്തിലേക്ക് പോയി. പരമശിവന്റെ മുന്നിൽ ശിരസ് കാഴ്ചവെച്ചു. പാർവതീദേവിയും മഹാദേവനും ഭദ്രകാളിയെ അനുഗ്രഹിച്ചു. എന്നിട്ട് പാർവതീദേവി പറഞ്ഞു, നീ എന്നും മംഗളദായിനിയായി തീരട്ടെ എന്ന്. നിന്റെ രൂപം കളമെഴുതി പൂജിക്കുന്നവർക്കും നിന്റെ മാഹാത്മ്യം സ്തുതിക്കുന്നവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവുമെന്നും നീ ലോകത്തിലെ അധർമ്മനാശിനിയായും ഭവാനിയായും കീർത്തിക്കപ്പെടുമെന്നും മഹാദേവനും അനുഗ്രഹിച്ചു. അന്നു മുതൽ ലോകത്തിന് മംഗളം നൽകുന്നതിനും ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ഭദ്രകാളി തിളങ്ങുന്നു. ദാരികനെ വധിച്ച ശേഷവും കാളിയുടെ കോപം അടങ്ങാതെ വന്നപ്പോൾ കോപം ശമിപ്പിക്കാനായി മഹാദേവൻ കാളിയുടെ കാലിന് അടിയിൽ കിടക്കുന്നു എന്നും ഒരു സങ്കല്പമുണ്ട്. കാളിയുടെ കയ്യിലോ അല്ലെങ്കിൽ അടുത്തോ കാണാറുള്ള ദാരികന്റെ തലയോടോ തിന്മയുടെ നാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.